മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഫുഡിംഗ് ആണ്. ഫുഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിயாக ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. മക്കളെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ആ ചുവപ്പ് കളറൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അത് നമുക്ക് വേണ്ട. നമുക്ക് 4 സൈഡും ഇങ്ങനെ മുറിച്ചെടുക്കാം. മക്കളെ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് എടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതാ ഇതേപോലെ ആക്കിയെടുക്കാം. ഞാനിതാ എല്ലാ ബ്രെഡും സൈഡ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതാ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിൽ എത്ര കൊള്ളണോ അത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മക്കളെ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് പ്രസ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ നല്ല കട്ടിയുള്ള ക്രീം കിട്ടും, ഫ്രഷ് ക്രീം. അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പ്രസ് ക്രീമിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം, മിൽക്ക് മെയ്ഡ്. ഇത് മക്കളെ ഇനി ഇതിലും നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയം മധുരത്തിൻ്റെ ലെവലിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡും ക്രീമും ഈ നമ്മുടെ വാനില എസൻസൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ. മക്കളെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡും വാനില എസൻസും നമ്മുടെ ക്രീമും. ഇനി നമുക്കിത് കുറച്ച് നേരം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാം. മക്കളെ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനിവിടെ ഇരിക്കട്ടെ. മക്കളെ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കിട്ടാ. ഇനി നമുക്ക് ചെറിയ ചൂടിൽ പാലൊന്ന് ചൂടായി വരട്ടെ. അതുവരെ നമുക്കിത് കത്തിച്ചു കൊടുക്കാം. മക്കളെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കത്തിക്കണ്ട, ഇച്ചിരീച്ച തീ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പൗഡർ അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി ഇളക്കി ഒഴിച്ചാൽ മതി കേട്ടോ. മക്കളെ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ വല്ലാതെ കട്ടിയായിട്ടുമില്ല. നമ്മുടെ പ്രസ് ക്രീമില്ലേ ആ പരുവത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ ഇപ്പം നമ്മുടെ ഫുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ആദ്യം മുറിച്ച് വെച്ച ബ്രെഡിനെ ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് പരത്തി വെക്കാം. ഒരു സെറ്റ് വെച്ചു. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്താലേ റെഡിയാവുള്ളൂ. ഒഴിച്ചു കൊടുക്കുക. ഈ ബ്രെഡിൻ്റെ മേലെ എല്ലായിടത്തും പെടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ തണുത്ത പ്രസ് ക്രീമും ഇതിൻ്റെ മേലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും മിക്സാക്കി അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച്. ഇനി ഇതിൻ്റെ മേലെ അടുത്ത ലെയർ ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം.
ഇതേപോലെ അടുക്കി വെച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ കസ്റ്റാർഡ് പൗഡർ കുറുക്കിയത് ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് എല്ലായിടത്തും പെടുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ പ്രസ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ 3 ലെയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് റിപ്പ് വെക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കസ്റ്റാർഡ് പൗഡർ എല്ലാതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രീമും കൂടി പാത്രത്തിൽ കൊള്ളണതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചതെല്ലാം അരിഞ്ഞതാണ് കേട്ടോ. മക്കളെ, നമ്മുടെ ഫുഡിങ് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. മക്കളെ, നമ്മുടെ ഫുഡിങ് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതാ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മളെ ഫുഡിങ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ മക്കളെ, ഈ തണുപ്പോടെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, കഴിച്ചാലും മതിയാവില്ല. പിന്നെ വേണമെന്ന് തോന്നും. അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഫുഡിങ് ഉണ്ടാക്കണവരാണ്. ഇത് ബ്രെഡ് കൊണ്ടുള്ള പുഡിങ്ങാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.